പാഠഭാഗത്തിന്റെ ആശയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രചനാശൈലി കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് VKN എന്നറിയപ്പെടുന്ന വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. പത്രമാധ്യമ രംഗത്തെ സാധാരണമായ ഒരു സംഭവം രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് VKN റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിലൂടെ. VKNന്റെ ആക്ഷേപഹാസ്യ ചാതുരി പ്രകടമാകുന്ന കഥയാണിത്. ഒരു ഇടത്തരം റിപ്പോർട്ടറായ വെങ്കിടേശ അയ്യങ്കാർ ആണ് കഥയിലെ മുഖ്യ കഥാപാത്രം. പത്ര ഉടമയുടെ പേര് പുണ്യതീർത്ഥ സ്വാമികൾ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികളിൽ അലഞ്ഞു നടന്ന കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്ക് മാമ്പലം എന്ന സ്ഥലത്ത് നടക്കുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് പത്രത്തിൽ അരക്കോളം എഴുതുക എന്നിങ്ങനെ 2 ജോലികൾ മാത്രമാണ് അയ്യങ്കാർക്ക് കൊടുത്തിട്ടുള്ളത്. ചീഫ് റിപ്പോർട്ടർ ആയി തന്നെ ഉയർത്താത്തത് അയ്യങ്കാർക്ക് എപ്പോഴും വിഷമമാണ്. എത്രയോ വ്യാഴവട്ടങ്ങൾ കഴിഞ്ഞിട്ടും അയ്യങ്കാർ ഇപ്പോഴും പഴയ ഇടത്തരം റിപ്പോർട്ടർ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം നിരാശയും വേദനയും ആയിരിക്കുമ്പോഴാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയാവുന്നത്. അദ്ദേഹം തന്റെ നഗരം സന്ദർശിക്കാൻ വരുന്നു എന്നത് നല്ല അവസരമായി അയ്യങ്കാർ കാണുന്നു. പ്രധാനമന്ത്രിയുടെ പരിപാടികൾ അയ്യങ്കാർ കവർ ചെയ്തു. പത്രത്തിന്റെ ഉടമസ്ഥന് സന്തോഷമായി. അദ്ദേഹം പാരിതോഷികം എന്ന നിലയിൽ ഒരു മുൻകൂർ ഇൻക്രിമെന്റ് അയ്യങ്കാർക്ക് പ്രഖ്യാപിച്ചു. 6 മാസത്തോളം അയ്യങ്കാർക്ക് സന്തോഷമായിരുന്നു. പിന്നെയും പ്രമോഷനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെ അദ്ദേഹം പത്രയുടമയെ നേരിട്ട് വീട്ടിൽ ചെന്ന് കാണാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ അയ്യങ്കാർ പത്രയുടമയുടെ വീട്ടിലെത്തി. സ്വാമി മുകളിലത്തെ നിലയിൽ ആണെന്ന് ഭൃത്യൻ പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ അൽസേഷ്യൻ പട്ടി അയ്യങ്കാർക്ക് നേരെ കുരച്ചു ചാടി. അയ്യങ്കാർ ഉടുമുണ്ടഴിച്ച പട്ടിയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഉടുമുണ്ടില്ലാതെ തന്നെ വെറും അടിവസ്ത്രവുമായി സ്റ്റെയർകേസ് കയറി മുകളിലെത്തി. പട്ടിയെയും അയ്യങ്കാറെയും വീക്ഷിച്ച പത്രയുടമയ്ക്ക് അയ്യങ്കാറുടെ വേഷം ഈ വിധമാകാനുള്ള കാരണം മനസ്സിലായി. പത്രയുടമ വന്ന കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. ചീഫ് റിപ്പോർട്ടർ ആകണമെന്ന ആവശ്യം പത്ര ഉടമയുടെ മുന്നിൽ അദ്ദേഹം അറിയിച്ചു. ബുദ്ധിമാനായ നിനക്ക് ആ ജോലി തീരെ പോരാ, നിനക്ക് മറ്റെന്ത് ജോലി വേണമെന്ന് പത്രയുടമ ചോദിച്ചു. അതൊക്കെ മുതലാളി തീരുമാനിച്ചാൽ മതിയെന്ന് അയ്യങ്കാർ പറഞ്ഞു. ഈ നിമിഷം മുതൽ മരിക്കുന്നത് വരെയും എൻ്റെ പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററായി നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന പത്രയുടമയുടെ മറുപടിയോടെ കഥ അവസാനിക്കുന്നു. ഒരു പത്രസ്ഥാപനത്തിൽ മെയ്യനങ്ങാതെ ജോലി ചെയ്യുന്ന വെങ്കിടേശ അയ്യങ്കാർ എന്ന റിപ്പോർട്ടർ തന്റെ ചിരകാല മോഹം അദ്ദേഹത്തിന്റെ മുതലാളിയെ അറിയിക്കുന്നതും അയ്യങ്കാറെ പത്രയുടമ റെസിഡന്റ് എഡിറ്ററായി നിയമിക്കുന്നതും തമാശ രൂപത്തിൽ VKN ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവയ്ക്കുന്നു, മന്ദിക്കണം. മാധ്യമപ്രവർത്തകനായ വെങ്കടേശ അയ്യങ്കാരെ ഈ നിലപാടിലേക്ക് എത്തിച്ച സാഹചര്യം എന്തായിരുന്നു? കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഒരു പത്രസ്ഥാപനത്തിൽ മെയ്യനങ്ങാ വേലകളുമായി മുന്നോട്ടുപോയ സാധാരണ റിപ്പോർട്ടറാണ് വെങ്കിടേശ അയ്യങ്കാർ. ചീഫ് റിപ്പോർട്ടർ ആകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിരകാല മോഹം. ഏറെക്കാലം കഴിഞ്ഞിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആകുന്നില്ല എന്നത് അദ്ദേഹത്തെ നിരാശയിലാക്കി. തനിക്ക് ശേഷം വന്നവർ പോലും ചീഫ് റിപ്പോർട്ടർ ആകുന്നത് അയ്യങ്കാരെ വിഷമത്തിലാക്കി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പരിപാടികൾ കവർ ചെയ്തിട്ടും ചീഫ് റിപ്പോർട്ടർ ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവസാനം പത്രസ്വാമിയെ നേരിട്ട് കണ്ട് ചീഫ് റിപ്പോർട്ടർ ആകണമെന്ന് തന്റെ ആവശ്യം അദ്ദേഹം പറയുന്നു. ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണമെന്നും അല്ലെങ്കിൽ രാജിവെക്കുമെന്നും പറയുന്നു. ജോലിയിൽ പ്രതീക്ഷിച്ച ഉയർച്ച ലഭിക്കാത്തതിനെ തുടർന്നാണ് അയ്യങ്കാർ ഇങ്ങനെയൊരു നിലപാടിൽ എത്തിയത്. இந்த நிமிஷம் முதல் செத்தும் போகும் வரைக்கும் நீ நம்ம பத்திரத்தோட ரெசிடென்ட் எடிட்டர்.
ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ്. നിങ്ങൾ പരിചയപ്പെട്ട VKNന്റെ മറ്റു കഥകൾ കൂടി പരിഗണിച്ച് VKN കൃതികളിലെ ഹാസ്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. സവിശേഷമായ ഒരു രചനാശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ് VKN. കഥയും നോവലുകളുമായി 25-ലേറെ കൃതികൾ VKN എഴുതിയിട്ടുണ്ട്. ശുദ്ധഹാസ്യത്തിന്റെ പൂത്തിരിവെട്ടത്തിൽ മാറിയിരുന്ന് ചുറ്റുപാടുകളെ നോക്കിക്കാണാൻ മലയാളികളെ പഠിപ്പിച്ച എഴുത്തുകാരനായിരുന്നു വടക്കേക്കൂട്ടാല നാരായണൻകുട്ടി നായർ അഥവാ VKN. ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ എഴുത്തുകാരൻ ആർക്കും അനുകരിക്കാനാവാത്ത വഴികളിലൂടെയാണ് അക്ഷരസഞ്ചാരം നടത്തിയത്. ഹാസ്യത്തിന് ആഴവും വ്യത്യസ്ത മാനവും നൽകി അതിനെ മഹത്തായ കലയാക്കിയതിൻ്റെ പേരിൽ തന്നെ VKN എന്നും സാഹിത്യത്തിൽ അനശ്വരനായിരിക്കും. സാമൂഹികം, രാഷ്ട്രീയം, സാഹിത്യം തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലെയും പൊങ്ങച്ചങ്ങളെ പിച്ചി ചീന്തുന്ന VKN വിഷയത്തിന് ഇണങ്ങിയ രീതിയിൽ എഴുതുകയല്ല, ഹാസ്യത്തിന് ഇണങ്ങിയ രീതിയിൽ വിഷയത്തെ എത്തിക്കുകയാണ് ചെയ്തത്. അമൃതം ഗമയ VKNന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ്. ഇതിൽ ഒരു ഗ്രാമത്തിലെ ജീവിതവും അവിടുത്തെ ആളുകളുടെ കഥകളും നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നു. ചിത്രകലയെക്കുറിച്ചും അതിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് ചിത്രകലാശാല. രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രധാന നോവലാണ് അന്തരീക്ഷം. സാധാരണക്കാരുടെ ജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയ കഥാസമാഹാരമാണ് പയ്യൻ കഥകൾ. സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച ഈ കഥകൾ അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിൽ അനശ്വരനാക്കി. റെസിഡന്റ് എഡിറ്റർ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ "ഇന്ത നിമിഷം മുതൽ ചെത്തും പോകും വരേക്കും നീ നമ്മ പത്രത്തോട് റെസിഡന്റ് എഡിറ്റർ" എന്ന പത്ര ഉടമയുടെ വാക്കുകൾ ഫലിതവും ആക്ഷേപഹാസ്യവും നിറഞ്ഞതാണ്. മെയ്യനങ്ങാവേലകളുമായി മുന്നോട്ടുപോയ സാധാരണ റിപ്പോർട്ടർ ആണ് വെങ്കടേശ അയ്യങ്കാർ. ചീഫ് റിപ്പോർട്ടർ ആകണമെന്ന തന്റെ ആഗ്രഹം പത്രമുതലാളിയോട് വെങ്കടേശ അയ്യങ്കാർ പറയുകയും അദ്ദേഹത്തെ റെസിഡന്റ് എഡിറ്ററായി നിയമിക്കുകയും ചെയ്യുന്നത് തമാശ രൂപത്തിൽ VKN അവതരിപ്പിക്കുന്നു. അയ്യങ്കാറുടെ അത്യാഗ്രഹത്തെയാണ് കഥാകൃത്ത് ഇവിടെ വിമർശന വിധേയമാക്കുന്നത്. അർഹതയില്ലാത്തത് ആഗ്രഹിക്കുന്നവരെ പരിഹസിക്കുകയാണ് അദ്ദേഹം. ഡൽഹിയിൽ വളരെക്കാലം പത്രപ്രവർത്തകനായിരുന്ന VKN സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് റെസിഡന്റ് എഡിറ്റർ എന്ന കഥ എഴുതുന്നത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ട് അവ നർമ്മത്തിൽ ചാലിച്ച് VKN വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പത്രങ്ങളുടെ അധ്യാപന ശക്തിയെപ്പറ്റി പറയുമ്പോൾ അതിലെ ഭാഷയെയും ഗണിക്കേണ്ടി വരുന്നു. മറ്റനേകം കൃത്യങ്ങളെ സാധിക്കുന്ന കൂട്ടത്തിൽ ഭാഷാ പരിഷ്കാരവും പത്രങ്ങളുടെ കടമയിൽ പെട്ടിരിക്കുന്നു എന്നത് തർക്കമറ്റ സംഗതിയാകുന്നു. വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഈ അഭിപ്രായം ഇക്കാലത്തും പ്രസക്തമാണോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. സമൂഹത്തിൽ വളരെയധികം സ്വാധീന ശക്തിയുള്ളവയാണ് പത്രങ്ങൾ. പത്രഭാഷ നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തുന്നു. പത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുമ്പോൾ അതിലെ വാക്യങ്ങളും ശൈലികളും ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് മാത്രമല്ല, പത്രം വായിക്കാത്തവർ കൂടി നമ്മളെ അനുകരിക്കുകയും ആ വിധത്തിൽ സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ മലയാള ഭാഷയുടെ വളർച്ചയിലും പരിവർത്തനത്തിലും പത്രങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. ഭാഷയെ സംസ്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ വികൃതവും ദുർബലവുമാക്കുന്നതിലും പത്രങ്ങൾക്കുള്ള കഴിവ് അപാരമാണ്. പത്രഭാഷയിലെ തെറ്റുകൾ വളരെ വേഗത്തിൽ ജനങ്ങളുടെ നിത്യവ്യവഹാരത്തിലെ ശരികളായി തീരുകയും ചെയ്യുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പത്രങ്ങളുടെ ഭാഷയെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം വളരെയധികം ശരിയാണ്. പത്രസ്വാമി ഉത്തരവായി. പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി. പത്രസ്വാമി ഉത്തരവ് ആയി. പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി.
അടിവരയിട്ട പദങ്ങൾ സന്ധി ചെയ്തും അല്ലാതെയും എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. ചേർത്തെഴുതിയപ്പോൾ ഉണ്ടായ പ്രത്യേകതകൾ എന്തെല്ലാം വിശദമാക്കുക. പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഭാഷയ്ക്ക് സൗന്ദര്യവും വായനാസുഖവും ഉണ്ടാകുന്നു. ഉത്തരവ്, ആയി എന്നീ പദങ്ങൾ ചേരുമ്പോൾ ഉത്തരവായി എന്നാകുന്നു. ഇത് ലോപസന്ധിയാണ്. ഇവിടെ സമൃദ്ധോകാരം ലോപിക്കുന്നു. താഴെ, ഇറങ്ങി എന്നീ പദങ്ങൾ ചേരുമ്പോൾ താഴെ ഇറങ്ങി എന്നാകുന്നു. ഇത് ആഗമസന്ധിയാണ്. യാ പുതിയതായി വന്നു ചേരുന്നു. അരക്കോളം, കവർ ചെയ്തു തുടങ്ങിയവ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ലേഖകൻ, എഡിറ്റോറിയൽ, ബ്യൂറോ, എഡിറ്റർ, ചീഫ് എഡിറ്റർ, റിപ്പോർട്ടർ, റെസിഡന്റ് എഡിറ്റർ, ലേ ഔട്ട്. വെങ്കടേശന്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു. അതൊരു അവസരമായിരുന്നു. എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. റെസിഡന്റ് എഡിറ്റർ VKN. രാവിലെ വന്ന പത്രത്തിലെ വാർത്ത വിശ്വസിക്കാമെങ്കിൽ ഇനിയുള്ള കാലം കാക്കയ്ക്ക് കുയിലും കുയിലിന് കാക്കയും ആകാൻ സാധിക്കും. വിവർത്തനം M. മുകുന്ദൻ. രണ്ടു കഥകളിലും മാധ്യമലോകത്തെ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ. ഇതോടൊപ്പം മറ്റു വ്യത്യസ്ത വാർത്തകൾ കൂടി പരിഗണിച്ച് മാധ്യമങ്ങളിൽ വിളയുന്ന ലോകം എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക. വാർത്തകൾ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. പത്രങ്ങൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആളുകളുടെ ചിന്തകളെ സ്വാധീനിക്കാനും ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ഇതിന് കഴിയും. ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളും വിജ്ഞാപനങ്ങളും ഏറ്റവും തുച്ഛമായ വിലയ്ക്കാണ് പത്രങ്ങൾ ദിവസേന നമ്മുടെ പടിവാതിൽക്കൽ എത്തിച്ചു തരുന്നത്. ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ച അറിവുകളുടെ ഒരു വിശ്വവിജ്ഞാന കോശമാണ് പത്രങ്ങൾ. സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ലേഖനങ്ങൾ, മുഖപ്രസംഗങ്ങൾ, അഭിമുഖങ്ങൾ, നിരൂപണങ്ങൾ, വിശകലനങ്ങൾ എന്നിവയെല്ലാം പത്രങ്ങളിലുണ്ട്. വെങ്കടേശ അയ്യങ്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി നഗരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. പത്ര ഉടമയെ സന്തോഷിപ്പിക്കുന്നതിനും ഉയർന്ന പദവിക്കും വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. വസ്തുതയുമായി യാതൊരു ബന്ധമില്ലാത്ത വിധം വാർത്തകൾ നൽകുന്നതിനെയാണ് M. മുകുന്ദൻ ഇവിടെ കാക്കയ്ക്ക് കുയിലും കുയിലിന് കാക്കയുമാകാൻ സാധിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസത്യത്തെ സത്യമാക്കുകയും വാർത്തകളെ വികൃതവും ദുർബലമാക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. മൂല്യരഹിതമായ പത്രപ്രവർത്തനം, പക്ഷപാതപരമായ വാർത്ത ചമയ്ക്കൽ, നിറം പിടിപ്പിച്ചുള്ള വാർത്തകൾ, പ്രീണനം ഇവയൊന്നുമല്ല പത്രധർമ്മം. പക്ഷം പിടിക്കാതെയും ഭയരഹിതമായും സത്യസന്ധവും വിശ്വാസയോഗ്യവുമായ ഉറവിടങ്ങൾ ഉപയോഗിച്ച് വാർത്തകളും വിവരണങ്ങളും പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ് യഥാർത്ഥ പത്രധർമ്മം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.